ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് കാണിക്കാൻ വന്നത് നമ്മുടെ സാധാരണ LED ട്യൂബ് കേട് വന്നാൽ എങ്ങനെ റിപ്പയർ ചെയ്യാം, അതിൻ്റെ പാനലും അതുപോലെ തന്നെ അതിൻ്റെ ഡ്രൈവും അതുപോലെ തന്നെ അത് തീരെ പോയതാണെങ്കിൽ തന്നെ നമുക്ക് എങ്ങനെ അത് കത്തിച്ചെടുക്കാമെന്നും വേറൊരു മെറ്റീരിയൽ യൂസ് ചെയ്ത് നിങ്ങളുടെ കയ്യിലുള്ള ബോർഡുകൾ ഉപയോഗിച്ചിട്ട് അപ്പോൾ ഇത് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക, നിങ്ങൾക്ക് ഉപകാരപ്പെടും. LED ട്യൂബ് നിങ്ങൾക്ക് നല്ലവണ്ണം നന്നാക്കി എടുക്കാൻ എല്ലാവർക്കും സാധിക്കും. അതുപോലുള്ള ഒരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാം, അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ നേരെ വീഡിയോസിലേക്ക് പോകാം. നമ്മുടെ ഇതിൻ്റെ ലോക്ക് രണ്ട് സൈഡിലെ രണ്ട് ലോക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഡ്രൈവും ഇതും ഒരു ക്ലിപ്പ് ഊരി കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവ് ഇത് നമുക്ക് ഈസി ആയിട്ട് വലിച്ച് പുറത്തേക്ക് എടുക്കാം. ചെറിയൊരു ഗ്രൂ പോലക്കുന്ന ഒരു ചാനലാണ് ഇതിൻ്റെ ഡ്രൈവ് കുടുക്കിയിരിക്കുന്നത്, അല്ല എൻ്റെ പാനൽ കുടുക്കിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഈ പാനൽ നമുക്ക് ആദ്യം തന്നെ ചെക്ക് ചെയ്തിട്ട് മൾട്ടിമീറ്റർ നേരെ ഡയോഡിൻ്റെ ആ ഒരു പോയിന്റിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഓരോ LED 1 by 1 ആയിട്ട് ഓരോന്ന് നമുക്ക് ചെക്ക് ചെയ്യാം, പോസിറ്റീവ് നെഗറ്റീവ് മാറാതെ. അപ്പോൾ ഫുള്ള് LED അതുപോലെ കത്തുകയാണെങ്കിൽ ഇത് ഓക്കെ ആയിരിക്കും. കാരണം ഈ ഒരു മൊത്തത്തിൽ സീരിയസ് ആയിട്ടുണ്ട്. ഇതിൽ ഒരു LED പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ പാനൽ വർക്ക് ചെയ്യില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ഡ്രൈവ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഡ്രൈവ് ചെക്ക് ചെയ്യുക പറഞ്ഞാൽ നേരെ റെക്ടിഫയറിലേക്കാണ് ഇതിൻ്റെ AC ഇൻപുട്ട് പോകുന്നത്. റെക്ടിഫയറിലേക്ക് ഒരു AC ഒരു ന്യൂട്രൽ ഫേസോ നമുക്ക് നേരെ റെക്ടിഫയറിൻ്റെ ഒരു ACയിലേക്കും, രണ്ടാമത് നമുക്കൊരു റെസിസ്റ്റൻസ് 33 ഓമിൻ്റെ ഒരു 1 watt റെസിസ്റ്റൻസ് വഴിയാണ് കടന്നു പോകുന്നത്. ആ റെസിസ്റ്റൻസ് നേരെ ഈ ഒരു ഇൻഡക്ടറിൽ സീരീസ് ആയിട്ട് ഇൻഡക്ടറിന് നേരെ റെക്ടിഫയറിൻ്റെ ഒരു ACയിലേക്കാണ് പോകുന്നത്. അതേപോലെ തന്നെ ഇൻഡക്ടറിൻ്റെ പാരലായിട്ട് ഒരു റെസിസ്റ്റൻസ് കൂടി വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ SMD റെസിസ്റ്റൻസ് ആണ്. ഈ ഒരു റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് DC വോൾട്ടേജ് ആണ് കിട്ടുന്നത്. അത് ഈ ഒരു കപ്പാസിറ്ററിലാണ് സ്റ്റോർ ചെയ്യുന്നത്. 450 വോൾട്ട് 1 മൈക്രോഫാരഡിൻ്റെ കപ്പാസിറ്ററിലേക്കാണ് ഈ ഒരു കപ്പാസിറ്റർ DC വോൾട്ടേജ് സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു DC വോൾട്ടേജിൻ്റെ ഈ ഒരു DCയെ നമുക്ക് വീണ്ടും AC ആക്കി മാറ്റാനായിട്ടാണ് ഈ ട്രാൻസ്ഫോമറിലേക്ക് പോകുന്നത്. അതായത് വലിയ ട്രാൻസ്ഫോമർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വോൾട്ടേജ് കുറച്ച് ഒരു ഈ ICയിൽ നിന്ന് നമുക്ക് ചെറിയൊരു പൾസ് ഉണ്ടാക്കിയിട്ട് ഈ ട്രാൻസ്ഫോമറിനെ നിന്ന് ഔട്ട്പുട്ട് നമുക്ക് 150 വോൾട്ട് ആക്കിയിട്ട് ഈ ഒരു കപ്പാസിറ്ററിലേക്കാണ്. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് നടക്കുന്നത്. നമ്മുടെ ഡ്രൈവിലെ ഈ ഒരു സപ്ലൈ നമുക്ക് കിട്ടാത്തത് നമ്മുടെ ബൾബ് LED ആ ഒരു പാനൽ വർക്ക് ചെയ്യാത്തതും ഈ റെസിസ്റ്റൻസ് ഓപ്പൺ ആയതുകൊണ്ടാണ്. അതായത് ഏതെങ്കിലും മുമ്പിലുള്ള കമ്പോണൻസ് ഷോർട്ട് ആയതുകൊണ്ട് അത് ഫ്യൂസിബിൾ റെസിസ്റ്റൻസ് ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കറണ്ട് നമ്മുടെ വീട്ടിലുള്ള MCB ഒക്കെ താകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഈ ഫ്യൂസ് ബേണായിട്ട് നമ്മുടെ സർക്യൂട്ടിനെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുന്നിലുള്ള ഏതെങ്കിലും ICയോ കപ്പാസിറ്ററോ അതുപോലെ ഈ ഡയോഡോ ഷോർട്ടായത്, അതുപോലെ തന്നെ ഈ ചെറിയ ട്രാൻസ്ഫോമറും ഷോർട്ടായി കഴിഞ്ഞതിന് മുമ്പിലുള്ള ഈ ഒരു കപ്പാസിറ്റർ, അതായത് ഔട്ടിൽ വരുന്ന പാനലിൽ കൊടുക്കുന്നത് ഷോർട്ടായാലും ഇത് ബേൺ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ഏതാണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ആ റെസിസ്റ്റൻസ് കറൻറ്റ് എത്രയാണെന്ന് കറക്റ്റ് നോക്കാം. ആദ്യം തന്നെ നമ്മൾ മൾട്ടിമീറ്റർ ഒരു 200 ഇട്ടിട്ട് നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ അതിലൊരു 33 റെസിസ്റ്റൻസ് കാണിക്കണം. കാരണം ഇപ്പോൾ ഇതിൽ ഒരു ഇൻഫിനിറ്റിയാണ് കാണിക്കുന്നത്, അതായത് 200 കൂടുതൽ റെസിസ്റ്റൻസ്, അതായത് ഓപ്പൺ ആണ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതും പോയിട്ടുണ്ട്. നമ്മുടെ കപ്പാസിറ്ററിൻ്റെ ആ ഒരു ഗ്രീൻ കപ്പാസിറ്ററിൻ്റെ അടുത്തുള്ള ആ ഡയോഡ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിന് നമുക്ക് ഡയോഡിൻ്റെ ഒരു ചിഹ്നത്തിലെ മൾട്ടിമീറ്റർ വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു 500 സംതിങ് വാല്യൂ ഉണ്ടാവും. അപ്പോൾ അത് കംപ്ലൈൻ്റ് ഒന്നുമില്ല. പിന്നെ കപ്പാസിറ്റർ ചെക്ക് ചെയ്യാൻ നമുക്കൊരു 2Kയിലൊക്കെയാണ് ഇടേണ്ടത്. നമുക്കതിന് പകരം കപ്പാസിറ്റർ ചെറിയൊരു പൊന്തി കിടക്കുന്നുണ്ട്, അത് ഷോർട്ടായതാണോ, അതുകൊണ്ട് നമുക്ക് അതിൻ്റെ കണ്ടിന്യൂറ്റിയിൽ നോക്കിയാൽ ഷോർട്ടാണോ എന്നറിയാൻ. അപ്പോൾ നമ്മുടെ ബസർ ഒന്ന് ആവുന്നുണ്ട്, 26 ഓമൊക്കെ ഉള്ളൂ. അപ്പോൾ കപ്പാസിറ്റർ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻഫിനിറ്റിയാണ്. ഫസ്റ്റ് റെസിസ്റ്റൻസ് പറഞ്ഞ് പിന്നെയും കൂടി വരുന്നതാണ്. അപ്പോൾ ആ കപ്പാസിറ്റർ ഷോർട്ടാണ്. അതുകൊണ്ടാണ് നമ്മുടെ നമ്മുടെ റെസിസ്റ്റൻസ് പോകാൻ തന്നെ കാരണം. നമുക്ക് അതുപോലെ തന്നെ ഇൻഡക്റ്റൻസും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത് ഏകദേശം ഒരു 6.1 ഉണ്ട്. അപ്പോൾ അത് ഷോർട്ടൊന്നുമില്ല, അപ്പോൾ അത് ഏകദേശം റെഡിയാണ്. പിന്നെ അതുപോലെ നമ്മൾ ഇതിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് കുറേ SMD റെസിസ്റ്റൻസുകളുണ്ട്, ഒക്കെ വാല്യൂ ഉണ്ട്. നമ്മുടെ ഒരു SMD റെസിസ്റ്റൻസിൻ്റെ വാല്യൂ അതായത് കരിഞ്ഞു പോയിട്ടുണ്ട്, ചൂടായിട്ട് അതിൻ്റെ 8 വരെ പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് നമുക്ക് ഈ ഒരു കത്താത്തത് ഇതൊരു കാരണമാണ്. അപ്പോൾ നമ്മുടെ റെസിസ്റ്റൻസ് കപ്പാസിറ്റർ ഇതുപോലെ SMD റെസിസ്റ്റൻസും പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്ക് ഇതിൽ കാണില്ല. അപ്പോൾ
മാറ്റണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ബോർഡ് വെച്ചിട്ട് വാല്യൂ മാറ്റണം. അപ്പോൾ ഏകദേശം ഈ കപ്പാസിറ്റർ റെസിസ്റ്റൻസും ഇതൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിധം കമ്പോണൻസ് ഒക്കെ പോയിട്ടുണ്ട്. അത്രയും നല്ലൊരു വോൾട്ടേജ് ആയിരിക്കും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നന്നാക്കുന്നതിനോട് നല്ലത് നമുക്ക് വേറൊന്ന് വാങ്ങുന്നതാണ്. കാരണം ഞാൻ ഈ ഒരു IC പോയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ICൻ്റെ വോൾട്ടേജ് ചെക്ക് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ട്രാൻസ്ഫോമർ ഷോർട്ടായിട്ടുണ്ടെങ്കിൽ അതും. അപ്പോൾ നമുക്കിത് നന്നാക്കുന്നതിനോട് നല്ലത് നമുക്ക് വേറെ ഒന്ന് വെക്കുന്നതാണ്. നമുക്കിതിൽ ഇതിൻ്റെ റെസിസ്റ്റൻസും കപ്പാസിറ്ററും അതുപോലെ രണ്ടും നമുക്കൊന്ന് മാറ്റി നോക്കാം. പിന്നെ ഇതിൻ്റെ SMDയുടെ വാല്യൂ നമുക്കറിയാത്തത് കൊണ്ട് അത് മാറ്റുന്നില്ല. പിന്നെ ഇതിന് മുന്നോട്ടുള്ള ഏതെങ്കിലും കമ്പോണൻസ് പോയിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല. അപ്പോൾ IC ആണെങ്കിൽ നമുക്ക് ICയുടെ ഗൂഗിളിൽ അടിച്ചാൽ അതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജും ഒക്കെ ഉണ്ടാവും, എല്ലാ പിന്നിലെ വോൾട്ടേജ്. അപ്പോൾ അത് ചെക്ക് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. പിന്നെ നമ്മൾ ഈ ഒരു റെസിസ്റ്റൻസും കപ്പാസിറ്ററും ആണെങ്കിൽ ഒന്ന് മാറ്റി നോക്കുക. അപ്പോൾ എന്താണ് ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് അറിയാൻ വേണ്ടി മാത്രം. നമുക്ക് നമ്മുടെ 450 വോൾട്ടും 1 മൈക്രോ ഫാരഡും ആണുള്ളത്. എൻ്റെ കയ്യിൽ പഴയതുണ്ടായിരുന്നു. 400 വോൾട്ടാണ്. 400 വോൾട്ട് 2.2 മൈക്രോ ഫാരഡ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. വോൾട്ടേജ് നമ്മൾ എന്തായാലും 450 വെക്കുന്നത് നന്നാവും. നമ്മൾ ടെസ്റ്റ് ചെയ്യാണ്ട് കാണിക്കുകയാണ്. പക്ഷേ എന്നാൽ ഈ റെക്ടിഫയറിൻ്റെ ഈ ഔട്ടിൽ നമുക്ക് 350 വോൾട്ട് വരെയൊക്കെ വരുള്ളൂ. പിന്നെ കപ്പാസിറ്റർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പൊളാരിറ്റി മാറരുത്. പോസിറ്റീവ് ഉള്ളത് പോസിറ്റീവ്, നെഗറ്റീവ് ഉള്ള നെഗറ്റീവ് ആയിരിക്കും. ആ വരയുള്ള ഭാഗം നെഗറ്റീവാണ്, അതുപോലെ തന്നെ വരല്ലാത്ത ഭാഗം പോസിറ്റീവും. ഇത് ആ ബോർഡിലും അതേപോലെ തന്നെ വര ചില മാർക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ഊരുന്ന സമയത്ത് മാർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ നെഗറ്റീവും പോസിറ്റീവും കപ്പാസിറ്റർ അറിയാം. പക്ഷേ ഒരു വരയുള്ളത് നെഗറ്റീവാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു റെസിസ്റ്റൻസ് നമുക്ക് 33 ഓം 1 വാട്ടാണ്. അതുപോലെ തന്നെ കറക്റ്റ് 1 വാട്ട് 33 ഓം തന്നെ വെക്കണം. അപ്പോൾ നമ്മൾ കപ്പാസിറ്ററും റെസിസ്റ്റൻസും മാറ്റി, പക്ഷേ നമ്മൾ SMD റെസിസ്റ്റൻസ് മാറ്റിയില്ല. അതുകൊണ്ട് കറക്റ്റ് വർക്കിംഗ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ബ്ലിങ്ക് ചെയ്യേണ്ടത് കാരണം അപ്പോൾ ഒരു വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്നില്ല. അപ്പോൾ കൂടിയും കുറഞ്ഞും കളിക്കുന്നതുകൊണ്ടാണ് ആ ഒരു ബ്ലിങ്ക് ചെയ്യുന്നത്. അപ്പോൾ ആ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കുറവുള്ളത് കൊണ്ടാണ് അങ്ങനെ വന്നത്. നമുക്ക് ആ SMDയുടെ കറക്റ്റ് കിട്ടി കഴിഞ്ഞാൽ നമുക്കത് ബൾബ് കത്തിച്ചെടുക്കാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സാധാരണ LED ബൾബിൻ്റെ ഉള്ളിലെ ഡ്രൈവാണ് ഉപയോഗിക്കുന്നത്. ആ ഒരു ഡ്രൈവിൽ അതിൻ്റെ ACയിൽ നമുക്ക് ACയും അതുപോലെ തന്നെ അതിൻ്റെ ഔട്ട്പുട്ടിൽ പ്ലസ് ഉള്ള അത് ഈ SMD നമ്മുടെ ഈ ഒരു പാനലിൻ്റെ പ്ലസ് ഇതിൻ്റെ പ്ലസ്സിലും ഇതിൻ്റെ നെഗറ്റീവിലും കണക്ട് ചെയ്യാം. നമ്മൾ സാധാരണ LED ബൾബിൻ്റെ ആ ഒരു പാനൽ കണക്ട് ചെയ്യുന്ന അതേപോലെ പോസിറ്റീവ് നെഗറ്റീവ് മാറാതെ അതുപോലെ തന്നെ വേറെ ഒന്നും ചെയ്യാനില്ല. ഒക്കെ അപ്പോൾ ഒന്ന് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ നല്ല ഇതിൽ ബ്രൈറ്റായി കത്തുന്നത് കാണാം. പക്ഷേ ചെറിയ മിന്നൽ പോലെ തോന്നും. പക്ഷേ അത് ക്യാമറയിൽ കാണുമ്പോൾ നമുക്ക് LED മിന്നുന്ന പോലെയാണ് കാണാം. പക്ഷേ നല്ല കത്തുന്ന ഒരു ബൾബ് നിങ്ങൾ ക്യാമറയിൽ വെച്ചാൽ ഇതുപോലെ കാണാം. നമുക്ക് അതിൻ്റെ കേസിലേക്ക് സെറ്റ് ചെയ്ത് കയറ്റാം. അപ്പോൾ നമ്മൾ നേരത്തെ ഊരി അതേപോലെ തന്നെ ആ റെയിലിൻ്റെ ചെറിയ കട്ടിങ്ങിലേക്ക് നമ്മുടെ LED സ്ട്രിപ്പ് അങ്ങോട്ട് കയറ്റി കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഡ്രൈവ് നിന്ന സ്ഥലത്ത് ഈ ഡ്രൈവ് നമുക്ക് അതേപോലെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ അടപ്പൊക്കെ കറക്റ്റ് അതേപോലെ ക്ലിപ്പ് ഊരി നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അത് വളരെ വിജയകരമായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഞാനിത് വർക്ക് ചെയ്ത് നോക്കിയപ്പോൾ നല്ല വർക്കിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായമോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കാം. പിന്നെ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരുന്നുണ്ട്. എമർജൻസി ഉണ്ടാക്കുന്നൊരു വീഡിയോ ഒക്കെ വരുന്നുണ്ട് LED ഒക്കെ വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ചായിരിക്കും നമ്മുടെ വീഡിയോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ, സീ യു.